ഉണക്കക്കുരുമുളകിന്റെ എരുവില് മുന്നിട്ട് നിർത്തിയാണ്ട് എയർ ഫ്രയറിൽ ചിക്കൻ അങ്ങോട്ട് ചുട്ടെടുത്താലോ. ചിക്കൻ വിത്ത് സ്കിന്നിനെ ചോട്ട പീസുകളൊക്കെയാണ് ഇടിച്ച് ചതച്ച് ഒന്ന് കേകി മാറ്റിയാണ് തേപ്പ് മസാലയൊക്കെ ആയിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിന്റെ അതിൽ കൂടുതൽ കുറച്ച് കട്ട തൈരും നാരങ്ങത്തുള്ളി ഇട്ടിച്ചാണ്ട് പുളിപ്പിന്റെ ഭാഗം കണ്ട് ക്രമീകരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കറുത്ത മുത്താണ്ടോ. കുരുമുളകിന്റെ സാന്നിധ്യം അറിയിച്ചാണ്ടാക്കി കൊത്തമല്ലിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുറച്ച് ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും പാകിയാണ്ട് ഒന്ന് ആ കറക്കി കശക്കിയെടുത്ത് നമ്മളെ മസാല റെഡി ആട്ടോ. ഈ തേപ്പ് മസാല ചിക്കന്റെ നാനാ ഭാഗത്തും തേച്ച് പുരട്ടിയാണ്ട് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടോ. എയർ ഫ്രയറിന്റെ അടിത്തട്ടിൽ വെളിച്ചെണ്ണ പൂശിയാണ്ടേ ഇതാ ഈ മസാല തേച്ചിങ്ങനെ ചിക്കൻ അങ്ങോട്ട് നിരത്തി വെച്ച് നേരെ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റി വിടട്ടോ. കറക്കി തീയൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇതാ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നാണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. ഇനിയിപ്പോ എണ്ണേന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ കുരുമുളകിൽ പുതപ്പിച്ച് ചുട്ടെടുത്ത ചിക്കൻ റെഡി ആട്ടോ. ക്ലൈമാക്സിൽ പലജാതി കളറുള്ള ക്യാപ്സിക്കത്തിന്റെ കൂടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി കൂട്ടി ഇതിലാണ് തള്ളി കയറ്റി വിട്ട് മുരിപ്പിച്ചെടുത്ത് മേലങ്ങോട്ട് ചെരിഞ്ഞാണ്ടല്ലോ സെറ്റ്.